Today we are going to discuss about p-n junction diode. So last class we have discussed about p-type semiconductor and n-type semiconductor. So ഇന്ന് നമ്മൾ p-n junction diode എന്താണ്, എങ്ങനെയാണ് അത് മാനുഫാക്ചർ ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുക. സോ ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് p-n junction diode. ഓക്കെ, ഒരു ബ്ലാക്കും ഒരു സിൽവർ കളർ ഒരു റിങ്ങും ആയിരിക്കും ഒരറ്റത്ത്. ഇവിടെ ബ്ലാക്ക്, ഇവിടെ സിൽവർ കളർ റിങ്. ഇതെങ്ങനെ ഫോം ചെയ്യും? When a p-type semiconductor is joined together with an n-type semiconductor, a p-n junction is formed. ഒരു p-type സെമികണ്ടക്ടറും n-type സെമികണ്ടക്ടറും ഒരുമിച്ച് ജോയിൻ ചെയ്താൽ, നമ്മൾ p എന്താണെന്ന് പഠിച്ചു, n എന്താണെന്ന് പഠിച്ചു, അത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? p-n junction diode. A p-n junction diode is also known as a semiconductor diode. എന്താണ് semiconductor diode? ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു p-n junction diode സിമ്പൽ ആണ്. സോ ഒരു ട്രയാങ്കിൾ പോലെ കാണിച്ചിരിക്കുന്നത് p ആണ്, ലൈൻ ആയിട്ടുള്ളത് n. സോ p ആണ് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുക, n ആണ് കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. The most remarkable property of p-n junction is that it allows current flow in one direction and opposes in opposite direction. p-n junction diode മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് it allows current flow in one direction. ഒരു ഡയറക്ഷനിൽ മാത്രമേ അത് കറണ്ട് ഫ്ലോ അലോ ചെയ്യുള്ളൂ, അതായത് അത് p to n മാത്രമേ കറണ്ടിനെ കടത്തിവിടുള്ളൂ. അതിനെയാണ് നമ്മൾ റെക്ടിഫയിങ് ആക്ഷൻ എന്ന് പറയാം. സോ p-n junction ഡയോഡിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ആണ് റെക്ടിഫയേഴ്സ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയർ എന്ന് വെച്ചാൽ നമ്മളത് ഒന്നും കൂടി പഠിക്കും സെക്കൻഡ് മൊഡ്യൂളിൽ, എങ്ങനെയാണ് അത് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുക എന്നെല്ലാം പഠിക്കും. നൗ റെക്ടിഫയർ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് വിൽ കൺവേർട്ട് ഇൻപുട്ട് എ സി വോൾട്ടേജ് ടു ഡി സി, അതായത് എ സി വോൾട്ടേജിന് ഡി സി വോൾട്ടേജ് ആക്കി മാറ്റുക. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേറ്റിംഗ് ആയ വോൾട്ടേജിനെ ഡയറക്റ്റ് കറണ്ട് ആയിട്ട് മാറ്റുക, അതാണ് റെക്ടിഫയർ എന്ന് പറയാം. സോ p-n junction ഡയോഡ് യൂസ് ചെയ്ത് നമുക്ക് എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദ സിമ്പിൾ ഓഫ് p-n junction ഡയോഡ് നമ്മൾ പറഞ്ഞു. ഇനി ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ, എന്താണ് p-n junction ഡയോഡ്? പിയും എന്നും ഒരുമിച്ച് വെച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. A p-n junction diode is formed when a p-type and n-type semiconductor are joined metallurgically. Within the semiconductor block, there is a transition from p-type to n-type material. This transition is called junction. And we assume here uniform p doping on one side of the junction and uniform doping on other side. അതായത് പിയും എന്നും ഒരുമിച്ച് വെച്ചാൽ p-n junction ഫോം ചെയ്യും. ഇനി ഒരു രണ്ട് ടൈപ്പ് സെമികണ്ടക്ടർ ആണ് നമുക്ക് വെക്കുന്നത്, പി ടൈപ്പും എൻ ടൈപ്പും. ആ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജംഗ്ഷൻ എന്ന് പറയാം. അതായത് പിയും വെക്കും എന്നും വെക്കും ഒരുമിച്ച്. അങ്ങനെയാണ് നമുക്ക് p-n junction ഡയോഡ് എന്ന് പറയാം. ഇവിടെ ഈ ട്രാൻസിഷൻ സംഭവിക്കുന്ന ഈ സ്ഥലത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ജംഗ്ഷൻ എന്ന് വിളിക്കുക, ജംഗ്ഷൻ. ഓക്കെ, ഇനി പി ടൈപ്പ് സെമികണ്ടക്ടർ എടുത്താലും എൻ ടൈപ്പ് സെമികണ്ടക്ടർ എടുത്താലും ഡോപ്പിംഗ് ഒരേപോലെയാണ്. അതായത് ഇവിടെ ഒരു 1000 ഡോപ്പൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിയിൽ എന്ത് വെച്ചാൽ ഡോപ്പ് ചെയ്യുക? ബോറോൺ, അതായത് ഗ്രൂപ്പ് 3. അതേപോലെ യൂണിഫോമിൽ ആയിരിക്കും എൻ ടൈപ്പിൽ. എന്നിലും 1000 ഫോസ്ഫറസ് ആറ്റം ആയിരിക്കും, കാരണം എന്നിൽ ഡോപ്പ് ചെയ്യുന്നത് ഫോസ്ഫറസ് വെച്ചിട്ടാണ്. ഇനി അതുകൊണ്ടാണ് NA = NB. NA എന്ന് പറയുന്നത് പിയിലുള്ള നമ്പർ ഓഫ് ഡോപ്പൻസ്, NB എന്ന് പറയുന്നത് എന്നിലുള്ള നമ്പർ ഓഫ് ഡോപ്പൻസ്. പി റീജിയൻ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് ഹോൾസ്. പിയിൽ എന്താണ് നമ്മൾ പഠിച്ചു? പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്, മൈനോറിറ്റി ഇലക്ട്രോൺസ് ആണ്. അതുകൂടാതെ എന്തുകൂടി ഉണ്ടാവും? നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ബോറോൺ ആറ്റം വെച്ച് നമ്മൾ ഡോപ്പ് ചെയ്യുന്നു. ഓരോ ബോറോണും ഒരു ഡെഫിഷ്യൻസി, ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ പറയുക, ഒരു ബോറോൺ എടുക്കുമ്പോൾ ഒരു ഹോൾ അവിടെ ഉണ്ട്, കാരണം ബോറോണിൻ്റെ വാലൻസ് ട്രൈ വാലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണവും കൂടി ഉണ്ടെങ്കിലാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. സോ ആ ഹോളിലോട്ട് ഒരു ഇലക്ട്രോൺ വന്ന് ബോണ്ടിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ വരുമ്പോൾ ആ ബോറോൺ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഒരു ബോറോണിൻ്റെ നെഗറ്റീവ് അയണായിട്ട് ബോറോൺ മാറുന്നുണ്ട് അല്ലേ? നെഗറ്റീവ് അക്സെപ്റ്റർ അയണായിട്ട് ബോറോൺ മാറുന്നു. സോ ഒരു പി റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടാകും? ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഹോൾസ്, ഈ ബോറോൺ മൂലം ക്രിയേറ്റ് ചെയ്ത ഹോൾസ് ഉണ്ടായിരിക്കും.
അതുപോലെ ഇൻട്രിൻസിക്കലി ജനറേറ്റ് ചെയ്ത ഇൻട്രിൻസിക്കലി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുപോലെ ബോറോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അക്സെപ്റ്റർ അയൺ ആയിട്ട് മാറിയിട്ടുണ്ടാകും. സോ ദേ ആർ ഇമ്മൊബൈൽ അക്സെപ്റ്റർ അയൺസ് ഉണ്ടായിരിക്കും. അതേപോലെ എൻ റീജിയനിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? എൻ റീജിയൻ കൺസിസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. എന്നിൽ നമുക്കറിയാം ഒരുപാട് ഫോസ്ഫറസ് ആറ്റംസ് വെച്ചാണ് നമ്മൾ ഡോപ്പ് ചെയ്യുക. ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ സഫിഷ്യൻറ്റ് 5 വാലൻസിയാണ്, പെൻറ്റാവാലൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്. ആ ഇലക്ട്രോണിനെയാണ് ഫോസ്ഫറസ് ഡൊണേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസിൻ്റെ ചാർജ് എന്താവും? പോസിറ്റീവ്. ഇതെല്ലാം നമ്മൾ എൻ ടൈപ്പിൽ പറഞ്ഞതാണ്. സോ പോസിറ്റീവ് ഡോണർ അയൺ ആയിട്ട് എൻ ടൈപ്പ് മാറുന്നുണ്ട്. സോ നമ്മുടെ എൻ റീജിയൻ എടുക്കുകയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ എന്തൊക്കെ ഉണ്ടാവും? എക്സ്ട്രാ ആയിട്ടുള്ള ഈ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഇൻട്രിൻസിക്കലി ജനറേറ്റ് ചെയ്ത ഹോൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ഡോണർ അയൺസ് ഉണ്ടായിരിക്കും. ദേ ആർ ഇമ്മൊബൈൽ, പോസിറ്റീവ് ഡോണർ അയൺസ്. Both the blocks are electrically neutral. As the charges of ions are neutralized by majority carriers. അതായത് രണ്ട് പി ടൈപ്പ് സെമികണ്ടക്ടർ എടുത്താലും എൻ ടൈപ്പ് സെമികണ്ടക്ടർ എടുത്താലും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. പി ടൈപ്പ്, എൻ ടൈപ്പ്. നമ്മളിപ്പോൾ പറഞ്ഞു പിയിൽ എന്താണ് മെജോറിറ്റി കാരിയേഴ്സ്? ഹോൾസ്. പിയിൽ നിറച്ചും ഹോൾസ് ആണ് അല്ലേ? ഹോൾസ്. അതുപോലെ ഓരോ ഹോളിൻ്റെ അടുത്തും എന്തുണ്ട്? ഓരോ ഹോളിൻ്റെ അടുത്തും നമുക്കറിയാം ഓരോ ഹോളും ഓരോ ബോറോൺ തരുന്നതായിരിക്കും. ആ ബോറോൺ ആ ഹോള് തരണമെങ്കിൽ ആ ബോറോൺ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ അക്സെപ്റ്റർ അയണായി മാറിയിട്ടുണ്ട്. ആ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജാണ് വരുന്നത്. അതുകൊണ്ട് ഓരോ ഹോളിൻ്റെ അടുത്തും എന്താണ്? നെഗറ്റീവ് അയണുണ്ട് അല്ലേ? ഇനി ഓരോ ഹോളിൻ്റെ അടുത്തും നെഗറ്റീവ് അയണുണ്ട്. ഇനി അതുകൂടാതെ എന്തുണ്ട്? കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അത് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആയിരിക്കും. ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് എന്താണ്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാവുന്നത് അല്ലേ? ഇനി എന്നിൽ എന്തൊക്കെയുണ്ട്? ഇൻട്രിൻസിക്കലി ജനറേറ്റഡ്. ഓക്കെ, ഇനി എൻ എടുക്കുകയാണെങ്കിൽ എന്തുണ്ട്? എന്നിനകത്ത് മെജോറിറ്റി കാരിയേഴ്സ് എന്താണ്? ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ആണ്. അതുപോലെ ഓരോ ഇലക്ട്രോണിൻ്റെ മെജോറിറ്റി കാരിയർ ഇലക്ട്രോൺ ആവുന്നത് എങ്ങനെയാണ്? ഓരോ ഫോസ്ഫറസ് എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ്. സോ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ചാർജ് പോസിറ്റീവാണ്, പോസിറ്റീവ് ഡോണർ അയൺസ്. അത് ഇമ്മൊബൈൽ ആയതുകൊണ്ട് പോസിറ്റീവ്, ഇത് കാണിക്കുന്നത് ഫോസ്ഫറസ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ഡോണർ അയൺ ആണ്. ഇനി അതുകൂടാതെ മൈനോറിറ്റി ആയിട്ട് എന്തുണ്ട്? ഹോളുണ്ട്. ഓക്കെ, അത് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് പി എൻ ജംഗ്ഷൻ ജസ്റ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ സംഭവിക്കുക. ഇനി എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ പിയും ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്ന പ്രോസസ്സ് എന്താണ്? ഡിഫ്യൂഷൻ. എന്താണ് ഡിഫ്യൂഷൻ? എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തോട്ട് കാരിയേഴ്സ് പോവുക. അതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുക. സോ എന്താണ് ഇവിടെ കോൺസെൻട്രേഷൻ ഉള്ളത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതലുള്ളത്? ഹോൾസ്. സോ ഹോൾസ് എങ്ങോട്ട് പോകും? പിന്ന് എന്നിലോട്ട് പോകും. ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? എന്നിന്ന് പിയിലോട്ട് പോകും. കാരണം എന്നിനകത്താണ് ഇലക്ട്രോൺസ് ഉള്ളത് അല്ലേ? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്. അത് എന്നിന്ന് പിയിലോട്ട് പോകും. ഹോൾസ് പിന്ന് എന്നിലോട്ട് പോകും. ഇതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. ഇനി അത് ഡിഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നോക്കാം. ഇലക്ട്രോൺ ആൻഡ് ഹോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും? റീകോമ്പിനേഷൻ. ഈ ഇവിടുന്ന് പിന്ന് പോണ ഹോളും എന്നിന്ന് തന്നെ ഇലക്ട്രോണും ഒരുമിച്ച് റീകമ്പൈൻ ചെയ്തിട്ട് സോ സെക്കൻഡ് പ്രോസസ്സ് എന്താണ്? റീകോമ്പിനേഷൻ. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് എന്താ നടക്കുക? റീകോമ്പിനേഷൻ. ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യും. സോ നോക്കാം.
Formation of p-n junction. When two sessions are brought together, holes in the p region are more than the holes in the n region. അതേലോ p regionൽ holes കൂടുതലാണ്, n regionൽ കുറവാണ്. Because of the concentration difference, holes nearer to the junction diffuse from p side to the n side. Holes എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? ഹോൾസ് പിന്ന് എന്നിലോട്ട് പോകും. Similarly, electrons in the n region are more than the electrons in the p region. Due to the concentration gradient, electrons nearer to the junction begin to diffuse from n side to the p side. Electrons എങ്ങോട്ട് പോകും? n നിന്ന് p സൈഡിലോട്ട് പോകും. ഓക്കെ, കോൺസെൻട്രേഷൻ ഇലക്ട്രോൺസ് എന്നിൽ കൂടുതലാണ്, അത് p സൈഡിലോട്ട് പോകും. സോ നോക്കാം, ഇവിടെ നോക്കാം. ഇലക്ട്രോൺസും ഹോൾസും കൂടി റീകമ്പൈൻ ചെയ്യും അല്ലേ? റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസും ഹോൾസും പിന്നെ ഉണ്ടാവുമോ? ഇല്ല, അത് ഡിസപ്പിയർ ആവും അല്ലേ? ബാക്കി അവിടെ എന്തുണ്ടാവും? നമുക്കറിയാം ഇവിടെ ഇമ്മൊബൈലായിട്ട് ആരുണ്ട്? അയോൺസ് ഉണ്ട് അല്ലേ? പീനകത്ത് എന്തുണ്ട്? പീനകത്ത് നെഗറ്റീവ് അയോൺസ് ഉണ്ട്, നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസ് ഉണ്ട്. എന്നിനകത്ത് എന്തുണ്ട്? പോസിറ്റീവ് അക്സെപ്റ്റർ അയോൺസ് ഉണ്ട്. അത് എങ്ങോട്ടും പോകുന്നില്ല, അത് അവിടെ ഇമ്മൊബൈൽ ആയതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നത്. ആരാണ് മൂവിങ് ആയിട്ടുള്ളത്? ഇലക്ട്രോൺസും ഹോൾസും മാത്രമാണ് മൂവ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്തു, അവർ റീകമ്പൈൻ ചെയ്തു. ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? അവിടെ എന്ത് ബാക്കിയാവും? ഈ ഇമ്മൊബൈൽ അയോൺസ് ബാക്കിയാവും. അപ്പോൾ പി സൈഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഏത് ലെയർ ആയിരിക്കും? നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസിൻ്റെ ലെയറും, എൻ സൈഡ് എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് അക്സെപ്റ്റർ അയോൺസിൻ്റെ ലെയറും ഉണ്ടാവും. ഈ ലെയറിനെ വിളിക്കുന്നതാണ് ഡിപ്ലീഷൻ ലെയർ. എന്താണ് ഡിപ്ലീഷൻ ലെയർ? ഓർ ദേ ആർ കോൾഡ് ആസ് സ്പേസ് ചാർജ് റീജിയൻ. എന്താണ്? സ്പേസ് ചാർജ് റീജിയൻ. ഡിപ്ലീഷൻ ലെയർ, സ്പേസ് ചാർജ് റീജിയൻ, അങ്ങനെയും വിളിക്കും. ഓക്കെ, ഇനി അവർക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുമോ? കാരണം അവർ അയോൺസ് ആണല്ലോ. ഈ അയോൺസിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. എങ്ങനെയായിരിക്കും? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും. അതായത് ഈ പോസിറ്റീവ് നിന്ന് ഇങ്ങോട്ടേക്ക്, റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ ഇ എന്ന് ഡിനോട്ട് ചെയ്താൽ അതിന് പ്രപ്പോർഷണൽ ആയിട്ട് ഒരു വോൾട്ടേജ് ഉണ്ടായിരിക്കില്ലേ? കാരണം നമുക്കറിയാലോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു, നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട്, dV/dx. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണെന്ന് +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. സോ ആ പൊട്ടൻഷ്യലാണ് ഇവിടെ നമ്മളൊരു ബാറ്ററി പോലെ കാണിച്ചേക്കുന്നത്, മൈനസ് പ്ലസ്. അപ്പോൾ ഈ പൊട്ടൻഷ്യലിനെ നമ്മൾ എന്താ പറയുക? പൊട്ടൻഷ്യൽ ബാരിയർ. എന്തുകൊണ്ടാണ് അതിനെ ബാരിയർ എന്ന് വിളിക്കാമെന്ന് ഞാൻ പറയാം. സോ ഇതിന് നമ്മൾ എന്താ വിളിക്കുക? ഡിപ്ലീഷൻ. ഈ റീജിയൻ നമ്മൾ സ്പേസ് ചാർജ് റീജിയൻ എന്ന് വിളിക്കും, അതുപോലെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, സോ thus the majority carrier starts moving into the opposite region. നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷൻ ആണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. As the electrons and holes are charged particles, their motion produces electron diffusion current and hole diffusion current. ഈ ഇലക്ട്രോൺസും ഹോൾസും ഡിഫ്യൂസ് ചെയ്യുമല്ലോ, അത് കാരണം ഒരു ചെറിയൊരു ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ കാരണമുള്ളതിന് ഇലക്ട്രോൺ ഡിഫ്യൂഷൻ കറണ്ട്, ഹോൾ കാരണമുള്ളതിന് ഹോൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കും. At the junction, holes and electrons meet each other and undergo recombination. Recombination നടക്കും. As a hole recombines with electron, both the electron and hole disappear. Okay. The majority carriers diffusing out of the p region leave behind acceptor ions on the p side of the junction, thus producing negative ion in the previously neutral region. ഇത് പറയുന്നത് ഹോൾസ് പി റീജിയനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കിയാവുന്നത് ആരാണ്? നെഗറ്റീവ് അക്സെപ്റ്റർ അയോൺസ്. അതേപോലെ ഇലക്ട്രോൺസ് ഡിഫ്യൂസിങ് ഫ്രം എൻ സൈഡ് ലീവ് ബിഹൈൻഡ് അൺകോമ്പൻസേറ്റഡ് പോസിറ്റീവ് ഡോണർ അയോൺസ്. എൻ സൈഡിൽ എന്തായിരിക്കും? പോസിറ്റീവ് ഡോണർ അയോൺസ് ആയിരിക്കും ഉണ്ടാവുക. The double layer of ions around the junction is known as space charge region. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു നെഗറ്റീവ് അയോണിക് ലെയറും പോസിറ്റീവ് അയോണിക് ലെയറും നമ്മുടെ ജംഗ്ഷനിൽ വന്നു എന്ന് പറഞ്ഞു. ഇനി അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് ചാർജ് റീജിയൻ അല്ലേ? ഇനി അതിൻ്റെ അതർ നെയിം എന്താണ് നമ്മൾ പറഞ്ഞത്? ഡിപ്ലീഷൻ റീജിയൻ. എന്തുകൊണ്ടാണ് അതിനെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് അവിടെ നമുക്ക് മൊബൈൽ ചാർജസ് ഇല്ല, ആകെ നമുക്ക് എന്താണുള്ളത്? അയേൺസ് മാത്രമേ ഉള്ളൂ അല്ലേ? അയേൺസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ, ഡിപ്ലീറ്റഡ് ഓഫ് ചാർജസ്. The narrow space region is depleted of mobile charges.
So it contains only uncompensated ions. Therefore, this region is called as depletion region, which is about 1 millimeter. The space charge region in the depletion region produces an electric field. ഈ space charge region ഒരു electric field create ചെയ്യുന്നുണ്ട്. അത് കാരണം ഒരു പൊട്ടൻഷ്യലും ഉണ്ട്. നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഡിപ്ലീഷൻ റീജിയൻ കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് the electric field is in a direction that opposes the diffusion of majority carriers into opposite sides. അതായത് പിയിലും എന്നിലും ഉള്ള ഇനി ഉണ്ടാവുമല്ലോ, ഇവിടെ ഇപ്പോൾ ഒരു ലെയർ ഫോം ചെയ്തു, ഇനി ബാക്കി ഒരുപാട് കാരിയേഴ്സ് മെജോറിറ്റി കാരിയേഴ്സ് നമ്മുടെ പി സൈഡിലുണ്ട്. പി സൈഡിൽ ഇനിയും ഒരു ഹോൾസ് ഒരുപാടുണ്ട്, അതുപോലെ എൻ സൈഡിൽ ഇലക്ട്രോൺസും ഉണ്ട്. ഇനി ഒരു ഹോളിന് ഓവർകം ചെയ്ത് ഇങ്ങോട്ട് പോകണമെങ്കിൽ, പി സൈഡിൽ നിന്ന് എൻ സൈഡിലോട്ട് പോകണമെങ്കിൽ ഹോളിൻ്റെ പോസിറ്റീവ് ചാർജ് ഈ അയോണിക് ലെയറിൽ നിന്ന് അതിന് റിപ്പൽഷൻ ഉണ്ടാവും. പോസിറ്റീവ് ലെയർ റിപ്പൽ ചെയ്യും. സോ ഇനി ഒരു ഹോളിന് എന്നിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇലക്ട്രോൺസിന് ഈ അയോണിക് ലെയറിന് റിപ്പൽഷൻ ഉണ്ടായിരിക്കും. നെഗറ്റീവ് ലെയർ റിപ്പൽ ചെയ്യും. ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജും ഈ അയോണിക് ലെയറിന് നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. സോ ഇനി ഒരു ഇലക്ട്രോണിന് പിയിലോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ thus the internal electric field acts as barrier to the flow of majority charge carriers. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ്, ഈ അയോണിക് ലെയർ ഒരു ബാരിയർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ബാരിയറിന് ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിക്കുക. എന്താണ് പൊട്ടൻഷ്യൽ ബാരിയർ? പൊട്ടൻഷ്യൽ ബാരിയർ. ഓക്കെ. So as the barrier builds up, diffusion of majority carriers is halted. എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാരിയർ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ബാരിയർ വരുമ്പോൾ തന്നെ ഇനി ഒരു മെജോറിറ്റി കാരിയേഴ്സ് ഡിഫ്യൂസ് ചെയ്യില്ല. മെജോറിറ്റി കാരിയേഴ്സിന് പിന്ന് ഹോളിന് എന്നിലോട്ട് പോകാൻ പറ്റില്ല, എന്നിൽ നിന്ന് ഇലക്ട്രോണിനും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. Ultimately, the electric field establishes an equilibrium potential difference V0 across the depletion region. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഈ പൊട്ടൻഷ്യൽ ബാരിയർ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ബാരിയറിന് ഒരു പൊട്ടൻഷ്യൽ V0 എന്ന് നമ്മൾ പറയും. V0 അതിന് നമ്മൾ ബിൽറ്റിൻ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിക്കാം. ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 ജെർമേനിയം ആണെങ്കിൽ 0.3 ആയിരിക്കും. സിലിക്കൺ എത്രയാണ്? 0.7 വോൾട്ടും ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ടും ആണ് ഉള്ളത്. സോ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പൊട്ടൻഷ്യലിന് ഓവർകം, ഈ ബാരിയർ പൊട്ടൻഷ്യലിന് ഓവർകം ചെയ്താൽ മാത്രമേ ഇനി ഒരു ഡിഫ്യൂഷൻ പോസിബിൾ ആവുകയുള്ളൂ. അതായത് ഇലക്ട്രോണിന് എന്നിൽ നിന്ന് പിയിലോട്ടും ഹോൾസിന് പിയിൽ നിന്ന് എന്നിലോട്ടും പോകണമെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യണം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബിൽറ്റ് ഇൻ ബാരിയർ പൊട്ടൻഷ്യൽ. സോ ഇത്രയാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ് വരിക. ഇപ്പോൾ പി എൻ ജംഗ്ഷൻ അണ്ടർ അൺബയാസ്ഡ് കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ബയസിങ് ഒന്നും കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു എക്സ്റ്റേണൽ സപ്ലൈയും കൊടുത്തിട്ടില്ല, ഒരു വോൾട്ടേജും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു വോൾട്ടേജും കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇനി ബയസിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരിയേഴ്സിന് ഇനി മൂവ് ചെയ്യിക്കാൻ പറ്റുമോ, ഇനി ഡിഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.